സുഹൃത്തുക്കളെ, 90-കൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കൊള്ളിയും പോട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓരോ കടകളിൽ, തട്ടുകടകളിലൊക്കെ. പക്ഷേ അന്ന് 90-കൾക്ക് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കൊള്ളി ഇഷ്ടു എന്ന് പറയും. ഇതേപോലത്തെ കൊള്ളി ഇഷ്ടമാണ് കടകളിൽ നിന്ന് കിട്ടിയിരുന്നത്. അത് ചായക്കടകളിലൊക്കെ കിട്ടിയിരുന്നത്. ഇപ്പോഴാണ് തട്ടുകടകളൊക്കെ ആയത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. കൊള്ളി കിഴങ്ങ് നുറുക്കി കഷ്ണങ്ങളാക്കി അത് കഴിഞ്ഞ് അത് കുക്കറിലിട്ട് വേവിച്ച് നമ്മൾ മുളക്, ഉള്ളി, കറിവേപ്പിലയൊക്കെ ഇട്ട് താളിക്കുകയാണ്. എന്നിട്ട് നല്ല പുരട്ടി നല്ല എരിവുണ്ടായിരിക്കും. ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളി വെറുതെ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് ഇടിച്ച് പൊടിയാക്കി അതിൻ്റെ ഉള്ളിൽ മേലെ കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ച് നമുക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ അന്ന് കാലത്ത് വീടുകളിലൊക്കെ ചായക്കടകളിലൊക്കെ അത് ഇത് തന്നെയാണ്. അതായത് കൊള്ളി ഇതേപോലെ ഇഷ്ടമുണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു സൂപ്പർ കട്ടൻ ചായ. ഇനി ഇതിൻ്റെ കൂടെ ഈ മത്തിച്ചാറ് കൂട്ടി കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. കടകളിലൊക്കെ അതും കിട്ടിയായിരുന്നു അന്ന് കാലത്ത്. വീടുകളിൽ കൊള്ളിഷ്ടവും കട്ടൻ ചായയും മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മത്തിക്കറിയൊന്നും കൂട്ടി കഴിക്കാറില്ല. കൊള്ളി പുഴുങ്ങിയതിന് കഴിക്കാറുണ്ട് മത്തിക്കറിയും. അതേപോലെ ഉള്ളി, പച്ചമുളക്, പുളിയൊക്കെ ഇട്ട് അരച്ചിട്ടുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. ഇതിപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റംസ്.